ഇതാ ഇപ്പോൾ ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പാടില്ല, ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല. വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റേതര ആശയങ്ങൾ ശക്തിപ്പെടും ഞങ്ങളൊക്കെ. പിന്നെ ഞാൻ എവിടെയും ഒരു പൊതുവേദിയ പ്രസംഗത്തിന് പോയാൽ തന്നെ ക്ലാസ് എടുക്കുന്ന പോലെയല്ല, ആ പ്രസംഗത്തിനിടയിൽ ഞാൻ ഈ മാർക്സിസ്റ്റ് ആശയങ്ങൾ കൂടി അവതരിപ്പിക്കും. എല്ലാവർക്കും അറിയാം, അതെനിക്ക് പറ്റും. ആർക്കും പാർട്ടി ക്ലാസ് എടുക്കാൻ തോന്നത്തുമില്ല. അത് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ അത് കേട്ട് കൈയടിക്കും. അങ്ങനെ പാർട്ടിയുടെ ആശയം കിട്ടുന്ന എല്ലാ വേദികളിലും പ്രചരിപ്പിച്ച് 62 വർഷമായി ജീവിക്കുന്ന ഞാൻ, എനിക്കിപ്പോഴും നടക്കുന്നതിന് ഒരു വിഷമമില്ല. 2 മാസം എനിക്ക് സുഖമില്ലാതെ കിടന്നു ഒഴിച്ചാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഞാൻ വിശ്രമ ജീവിതം നയിച്ചോണം. അങ്ങനെ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ആരും അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും അറിയാൻ വേണ്ടി പൊതുജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് രണ്ടാമത്തെ മാർക്സിസ്റ്റ് വിരുദ്ധ വിമർശനമാണത്. കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പറയണമെന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ രാഷ്ട്രഭാഗത്ത് മാർക്സ് എഴുതി വെച്ചത് അത് അയാൾ വായിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല, പറയിപ്പിച്ചതല്ലേ. പിന്നെ കുറ്റപ്പെടുത്തുന്നത് ഇതൊന്നും വായിക്കാത്തവർ പറഞ്ഞു കൊടുപ്പിക്കുന്നതാണ്. കാരണം ഇയാളുടെ ശബ്ദം ഇനി ഉയരാൻ പാടില്ല കേരളത്തിൽ. എൻ്റെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉള്ളൂ, സാധാരണക്കാരന് ഗുണമല്ലേ ഉള്ളൂ. ഒരു ദോഷവും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഉണ്ടായതൊരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് സാധാരണ ഒരു പാർട്ടി മെമ്പറായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് ഞാനുള്ളത്. മറ്റൊരു ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കേണ്ട ഒരു സഖാവിനെ പറ്റി 12 കൊണ്ട് ഒരാൾ കല്ലെറിയുകയാണ്. കല്ലിവിടെ വരുത്തില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഈ കാര്യം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ പോയി പറയണമെന്ന് ആലോചിച്ചത് അവനെ വേണ്ടെന്ന് വെച്ചു. അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിലും എനിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 1480 പൊതുപരിപാടികൾ പങ്കെടുത്തു. ഇതിന് പുറമെ ജില്ലയ്ക്ക് വെളിയിൽ 17 പരിപാടി പങ്കെടുത്തു. കൂടി കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ 17 പരിപാടി പങ്കെടുത്തു. മറ്റൊന്നും ഞാൻ ഏക്കാറേയില്ല. മൊത്തം 4 വർഷം ഞാൻ പങ്കെടുത്ത പലവിധ പരിപാടികൾ 3652. വിവാഹം, മരണമൊക്കെ പരിപാടിയാണ്. അവരെന്നെ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ചെല്ലണമെന്നല്ലേ. അപ്പോൾ ഞാനതിന് പോകും. അപ്പം എനിക്ക് കുറച്ച് ടൈമുണ്ട്. 3652 പരിപാടികൾ പങ്കെടുത്തു 4 വർഷം. അതിൽ പൊതുപരിപാടിയാണ്, മീറ്റിങ്ങുകളാണ് 1480. ഇടതുപക്ഷക്കാരല്ലാത്തവരെ ഒക്കെ വിളിക്കുന്ന സെമിനാറുകളെ, മീറ്റിങ്ങുകളെ, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അതിനകത്ത് വരും. ശരാശരി 900 പരിപാടി ഞാൻ ഈ 4 വർഷമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുക. പിന്നെ 2024 അവസാന വർഷമാണ്. ഇവിടെ പറയുകയാണ് ഡിസംബർ 31, ജനുവരി 1, 2020 പുതുവർഷം വരികയാണ്. വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ പ്രേക്ഷകർക്കും ഞാൻ വത്സരാശംസകളും നേരുന്നു. അതുപോലെ തന്നെ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പൈസ ചോദിച്ചു വാങ്ങാറില്ല. ദീർഘദൂരമുള്ള പൈസയൊക്കെ ചെന്നിട്ട് പൈസ തരും. ഈ കാറിൻ്റെ പെട്രോളിൻ്റെ പൈസയും ഡ്രൈവറുടെ ശമ്പളം അത് ഞാൻ വാങ്ങിക്കും. കാരണം 35,000 രൂപ പെൻഷൻ്റെ ഉള്ളൂ, വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഇവിടെ വേറെ വരുമാനങ്ങളൊന്നുമില്ലല്ലോ. എൻ്റെ വൈഫിൻ്റെ ഒരു USC പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്ത് അവരുടെ വരുമാനമൊന്നും. ഞങ്ങൾ രണ്ടുപേരും പെൻഷൻ അല്ലാതെ ആരുടെയും പൈസയൊന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പൈസയൊക്കെ മുടക്കിയാണ് പല പരിപാടിക്കും പോകുന്നത്. എല്ലാവർക്കും ഒന്നും പൈസ തരാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ വിശ്രമ ജീവിതം നയിക്കുകയല്ല. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിനില്ല. ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാന്ന്, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷേ അതൊരു ആക്ഷേപമാണ്. കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ വേണ്ടി നടത്ത ഒരു ആക്ഷേപമാണ്. പക്ഷേ എനിക്ക് യാതൊരു കുറവില്ല. ഇന്നലെ ഞാൻ കളത്തട്ടൻ്റെ സമാപന സമ്മേളനം ഞാൻ ഇത് വന്നതിന് ശേഷം എന്നെ വിളിച്ച ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴയിൽ. പരിപാടിക്കൊന്നും യാതൊരു താല്പര്യമില്ല. ഒരുപാട് പരിപാടികൾ കിടക്കുകയാണ് ഈ വർഷവും. പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത്? അതല്ല ഞാൻ പറഞ്ഞത്. മാർക്സ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും. പറയാൻ പാടില്ലാത്തത് പറയത്തില്ല പാർട്ടിയെപ്പറ്റി. പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അവിടെ അതല്ല പറയുന്നത്. സ്വാഭിപ്രായങ്ങൾ, സാമൂഹിക വിമർശനങ്ങൾ തുറന്നു പറയണം. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവരെ പറ്റി, അഴിമതി കാണിക്കുന്നവരെ പറ്റി, വർഗീയവാദികളെ പറ്റി, മറ്റ് വൃത്തികളുള്ളവരെ പറ്റി പേര് പറയാതെ ഞാൻ പൊതുവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിഷ്ടപ്പെടാത്തവരാണിത് പറയുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടത്തില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലല്ലേ പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ P. കൃഷ്ണപിള്ള അടക്കം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു. സോഷ്യൽ സർവീസിൽ എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നിട്ട് ഇവരെയെല്ലാം ജനങ്ങളെ അംഗീകരിച്ച് അവരെല്ലാം ജനങ്ങളുടെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ സോഷ്യൽ സർവീസ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സർവീസ്.
സോഷ്യൽ സർവീസിൽ നിന്നും ഡൈവേഴ്സ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സർവീസിന് ആളുണ്ടാവില്ല. ഈ ചില പാർട്ടികൾ ആളില്ലാത്തതിൻ്റെ കാരണം അവർക്ക് സോഷ്യൽ സർവീസ് ഇല്ല. CPM-ന് സോഷ്യൽ സർവീസ് ഉണ്ട്, വാർഡ് അടിസ്ഥാനത്തിലുണ്ട്, കുടുംബാടിസ്ഥാനത്തിലുണ്ട്. അതെവിടെയൊക്കെ ശക്തമാണോ അവിടെയല്ലേ നിന്ന്. പത്തനംതിട്ടയിൽ അഭിമാനകരമായ അസംബ്ലി വിജയമാണ്. 5 സീറ്റും ജയിച്ചവിടെ. ഇവിടെ പോലും 1 സീറ്റ് പോയി. ഹരിപ്പാട് 5 സീറ്റും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെയുള്ളത്, എൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പൊതു അഭിപ്രായമല്ല വന്നത്. രാജീവ് പ്രാമാണ് ജില്ലാ സെക്രട്ടറി, അതിസമർത്ഥനായ സഹാവാണ്, നല്ല പാർലമെൻറ്റേറിയനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. നമ്മൾ ഒരുമിച്ച് അസംബ്ലി 20 വർഷക്കാലം ഇരിക്കുകയും നടക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അനന്തഗോപനെ അറിയാം, എല്ലാവരെയും അറിയാം. എനിക്ക് ഓമല്ലൂർ ശങ്കരനെ അറിയാം, TK നായരെ അറിയാം. ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് വിമർശനം മാത്രമായിട്ട് ഇതിനെ കാണുന്നത്? അല്ല, ഞാനങ്ങനെ കാണുന്നുള്ളൂ. കാരണം അവർ ഏരിയ കമ്മിറ്റിക്കൊന്നും അങ്ങനെ വിമർശിക്കാൻ ഒക്കത്തില്ല. എന്തടിസ്ഥാനത്തിൽ വിമർശിക്കണം? എന്തിനങ്ങനെ വിമർശിക്കണം? ഏത് കാര്യമെന്ന് പറയുന്നില്ലല്ലോ. ഇന്നത് പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിരുത്തിക്കൂടെ? അതില്ല, ആക്ഷേപിക്കാൻ പറയുന്നതാണിത്. സംശയം എന്താ? നീക്കമൊന്നുമല്ല ആ പറഞ്ഞ ആൾ. എനിക്കൊരു നീക്കത്തെപ്പറ്റി സംശയം. ഞാനൊന്നും അങ്ങനെ ഒന്നും യാതൊരു തരത്തിലുള്ള ഹെഡിങ്ങുകളും കൊടുത്തേക്കരുത്. ഞാൻ പറയാത്ത ഒന്നും നിങ്ങൾ തലക്ക് ഹെഡിങ് കൊടുക്കരുത്. ഇത് വളരെ ക്രൂസിയലായ കാര്യങ്ങളാണ്, ഇനിയും പറയേണ്ടി വരും. അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്, അയാളെ കൊണ്ട് ആരും പറയിപ്പിച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു വലിയ വിഭാഗമൊന്നും അല്ല, ആരും ഉണ്ടാവും. ഇവിടെ ഉണ്ടല്ലോ ചിലർ, എന്നെ കല്യാണത്തിന് വിളിക്കരുത്, മരണം അറിയിക്കരുതെന്നൊക്കെ 2021, 2022 പറഞ്ഞല്ലോ ഇവിടെ നടന്നിട്ട് ഓരോരുത്തർ. അവരൊക്കെ ഇപ്പോൾ എവിടെ? വിളിച്ചോണ്ട് മരണം കഴിഞ്ഞ ജി സുധാകരൻ ആഞ്ഞടിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരെ പ്രതിനിധി വിമർശനം ഉണ്ടായി. ആ പ്രതിനിധി പറഞ്ഞത് ഇത്തരത്തിൽ എന്താണ് വിശ്രമ ജീവിതത്തിൽ മാധ്യമസ്ഥലത്ത് കിട്ടാൻ വായ്പൊന്ന് വിളിച്ചു പറഞ്ഞ് നിർത്തണം ജി സുധാകരൻ എന്നായിരുന്നു. അത് ഈ പറഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ അറിയാത്ത ആളല്ല ജി സുധാകരൻ. പ്രതിനിധികൾ അതിരൂക്ഷമായ ഭാഷയിൽ നേതൃത്വത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ വിമർശിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായ വിമർശനമാണ്. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ നേതാക്കൾ അത് സ്ഥിരീകരിക്കാറില്ല, അതിനെ സ്ഥിരീകരിച്ച് അതിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അയാളെ ആ പ്രതിനിധിയെ കൊണ്ട് ആരോ പറയിപ്പിച്ചതാണ്, മിണ്ടാതിരിക്കണമെന്ന് പറയാൻ തമ്പ്രാക്കന്മാരുടെ കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ പരോക്ഷമായി പാർട്ടിക്കെതിരെ തന്നെ ആഞ്ഞടിക്കുകയാണ് അവിടുത്തെ CPM നേതാവ് ജി സുധാകരൻ.